എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രൻ അലീനയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇനി ആരെങ്കിലും ചോദിച്ചാൽ ബാലേന്ദ്രൻ്റെ മകളാണ് എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അലീനയ്ക്ക്. അത് കേട്ടിട്ട് ഇങ്ങനെ സ്റ്റക്കായി കുറേ നേരം ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുക. അന്നേരം ബാലേന്ദ്രൻ പറയും പൊയ്ക്കോ, താഴേക്ക് പൊയ്ക്കോ എന്ന് പറയുവാണ്. അന്നേരം ശരി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിങ്ങനെ നടന്നു പോരുമ്പം ബാലേന്ദ്രൻ പുറകിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് പലരും യുദ്ധത്തിന് വരും, കൂടെ നിന്നേക്കണമെന്ന്. കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ് അലീന അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അലീന ഇറങ്ങി വന്ന് മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ നിൽക്കടി എന്ന് പറഞ്ഞ് ചെല്ലുവാണ് വൈജയന്തി. എന്നിട്ട് ചോദിക്കും എന്തിനാണ് നിന്നെ ബാലേന്ദ്രൻ വിളിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് എന്നോട് പറഞ്ഞു ഇന്ന് തൊട്ട് സാറിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണമെന്ന് പറഞ്ഞു എന്ന് പറയും. അന്നേരം സാറിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം മരുന്ന് കൊടുക്കണം, അതുപോലെ ഫുഡ് കൊടുക്കണം, ബാക്കി കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് സാർ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമില്ല, അതൊക്കെ നോക്കാൻ ഞാനിവിടെ ഉണ്ട്, നിന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞത് ഞാനാണ്, അതുകൊണ്ട് ഇവിടുന്ന് പൊയ്ക്കോണം എന്ന് പറയുവാണ്. നാളെ തന്നെ പൊയ്ക്കോണം എന്ന് പറയുക. അന്നേരം അലീന എന്ത് ചെയ്യും? അവിടുന്ന് പോകരുത് എന്ന് ബാലേന്ദ്രൻ പറയുന്നു, ഇവിടുന്ന് പോകണമെന്ന് വൈജയന്തി പറയുന്നു. ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ബാലേന്ദ്രൻ മുകളിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നത് അത് തീരുമാനിക്കാൻ നീ ആരാണ് എന്ന്. അന്നത്തേക്കും ദേഷ്യം വരുവാണ് വൈജയന്തിക്ക്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഇവളെ പറഞ്ഞു വിടാൻ വേണ്ടി തീരുമാനിച്ചതാണ്, പിന്നെ എന്തിനാ അവളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഈ വീട്ടിൽ ഒരു വേലക്കാരിയുടെ ആവശ്യമേ ഇല്ല ഇനി. ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയോളാം, വെച്ച് വിളമ്പാനും വീട് നോക്കാനും എനിക്കറിയാം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതൊക്കെ നിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് അലീന ഒരു കാര്യം പറഞ്ഞേക്കാം, ഇന്നു തൊട്ട് ഈ വീട്ടിൽ ഒരു ജോലിയും നീ ചെയ്യേണ്ട കാര്യമില്ല. അമ്മയുടെ കാര്യവും എൻ്റെ കാര്യവും മാത്രം നീ നോക്കിയാൽ മതി. നിനക്ക് ഞാനൊരു പ്രൊമോഷൻ തരുവാണ് എന്ന് പറയും. അന്നേരം ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ കലിച്ച് നിൽക്കും കേട്ടോ വൈജയന്തി. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവളെ ആരെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കിൽ ആ ആൾ എൻ്റെയും ശത്രുവാണ്. അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അവൾക്ക് 50,000 രൂപ സാലറി കൊടുത്ത് ഞാൻ ജ്വല്ലറിയിൽ മാനേജറാക്കി വെക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതെങ്കിലും ഭയങ്കര പുച്ഛമാട്ടോ രോഹിത്തിന്. കൊള്ളാം എന്നുള്ള രീതിയിൽ അവനെ അവിടെ നിന്ന് ചിരിച്ച് ഒരു ചെറിയ ചിരിയോടെ തലയൊക്കെ ആട്ടുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്നതും വൈജയന്തിക്ക് ആകെ ടെൻഷൻ. എന്നിട്ട് പറയുന്നുണ്ട് അവൾക്ക് ശമ്പളം കൊടുക്കുന്നത് ഞാനാണ് തീരുമാനിക്കുന്നത്, അവൾ എവിടെ നിൽക്കണം എപ്പോൾ പോകണമെന്നൊക്കെ ഞാനാണ് അവളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇനി അതിനേക്കാൾ അപ്പുറം ആർക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അലീനയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും എൻ്റെ മുമ്പിൽ വെച്ച് ഇത് ഇപ്പം പറയണമെന്ന് പറയുക. അന്നേരം വൈജയന്തിക്ക് ദേഷ്യം വന്ന് നിൽക്കുകയാണല്ലോ. വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആരും 3 മക്കളും ഉണ്ട്, അമ്മയുണ്ട്, ആരും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ബാലേന്ദ്രൻ റൂമിലേക്ക് കയറി പോകുന്നു. അലീന എന്ത് ചെയ്യും? പേടിച്ച് വിറച്ചാണ് അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി വരാൻ തുടങ്ങുന്നത്. ഈ സമയം മുത്തശ്ശിയുടെ റൂമിൽ മുത്തശ്ശി ആകെ വിഷമത്തില്ല. അലീന ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നു. പോകുമെന്ന് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ ആകുന്നെന്ന് പറഞ്ഞു പോകരുതെന്ന്. പക്ഷെ അവൾ പോകാൻ തയ്യാറായി തന്നെയാണ്, എന്നെ ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുവാണ് മനുവിനോട്. അങ്ങനെ മനു പറയുന്നുണ്ട് ഞാൻ അലീനയോടൊന്ന് സംസാരിച്ച് നോക്കാമെന്ന്. അപ്പോൾ എന്ത് സംസാരിച്ച് നോക്കിയാലും ആൻറ്റി സമ്മതിക്കില്ല, പിന്നെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ കൂടെ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കുമാണ് അലീന റൂമിലേക്ക് കയറി വരുന്നത്. അലീനയ്ക്ക് ഭയങ്കര സങ്കടമാണ്. കയറി വന്നത് അങ്ങ് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുക. അന്നേരം മനു ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത്, അങ്ങോട്ട് അങ്കിൾ വിളിപ്പിച്ചിട്ട് എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുക. അന്നേരം അലീന പറയുന്നുണ്ട് സാർ എന്നോട് ഇവിടുന്ന് പോകരുതെന്ന് പറഞ്ഞു എന്ന്. അന്നേരം മനു അത് നല്ല കാര്യമില്ല, അതിന് നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പം എനിക്കറിയാം ഇതാകെ പ്രശ്നമാകും, എന്നോട് പോകരുത്, സാറിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം, മരുന്ന് അങ്ങനെയുള്ളതെല്ലാം ഞാൻ നോക്കിയാൽ മതി, അതുപോലെ മുത്തശ്ശിയുടെയും സാറിൻ്റെയും കാര്യം മാത്രം ഞാനിനി നോക്കിയാൽ മതി, ഈ വീട്ടിലെ ജോലികളൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു എന്ന് പറയും. അന്നേരം മനു ചോദിക്കുന്നുണ്ട് അതിന് നീ ടെൻഷൻ ആകണ്ട, നീ ചെയ്തുകൊണ്ടിരുന്ന കാര്യമല്ലേ, പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാകും, ഞാനിവിടെ നിൽക്കുന്നത് മേഡത്തിന് ഇഷ്ടമല്ല, സാറ് ശരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മേഡത്തിനോടുള്ള വാശിക്കാണ്, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ എന്നോട് പറയുവാണ് ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം സാറും ഇവിടുന്ന് പോകും എന്നൊക്കെ പറഞ്ഞു എന്ന് പറയും. അന്നേരം മനു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതെന്താ ബാലേന്ദ്രൻ അത്രയും കടുപ്പിച്ച് ആ രീതിയിലൊക്കെ സംസാരിക്കുന്നത് എന്ന്. എന്നിട്ട് പറയുന്നുണ്ട് ആകെ പ്രശ്നമാകും മനുവേട്ട, എനിക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട്, മനുവേട്ടനൊന്ന് സംസാരിക്കാവോ രണ്ടുപേരും ഇപ്പോൾ ഭയങ്കര ശത്രുതയിലാണ്, ഞാൻ അതിൻ്റെ നടുക്ക് നിൽക്കണം, ഞാനാണ് അനുഭവിക്കുന്നത്, എനിക്കിതൊന്നും പറ്റിയല്ല, എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടാൻ ഓർത്തതായിരുന്നു, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സങ്കടത്തിലാണ് അലീന. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അവൻ പോകണ്ടെന്ന് പറഞ്ഞാൽ നീ പോകണ്ട കൊച്ചേ, നീ എന്തിനാ ടെൻഷൻ ആകുന്നത് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ അലീനയുടെ വെപ്രാളവും സങ്കടവും ഒക്കെ കണ്ടിട്ട് മനു പറയുന്നുണ്ട് ഏതായാലും വെല്ലിച്ചനുണ്ട് ഇപ്പം വീട്ടിൽ, ഞാൻ വെല്ലിച്ചനോടൊന്ന് പോയി ചോദിക്കട്ടെ എന്താ ചെയ്യേണ്ടേ, ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണ്ടേ എന്നൊക്കെ ഒന്ന് ചോദിക്കാം, വെല്ലിച്ചനോട് സംസാരിച്ചിട്ട് ഞാൻ പറയാം, നീ ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട് അവർക്ക് എന്നോട് കുഴപ്പമൊന്നുമില്ല, ഇവിടെ വന്നപ്പോഴും എന്നോട് ഒരുപാട് സ്നേഹത്തോടെയാണ് പെരുമാറിയത്, മാഡത്തിന് എന്നെ ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ടും അവർ നല്ല രീതിയിൽ എന്നോട് പെരുമാറി എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത്, നീ ടെൻഷൻ ആകാതെ ഇരിക്കുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഏതായാലും
ഏതായാലും സാർ അങ്കിൾ രണ്ടും കൽപ്പിച്ചാണ്. ആ ബെഡ്റൂം മാറിയപ്പോഴേ എനിക്ക് മനസ്സിലായി അങ്കിളിന് ആൻറ്റിയുടെ കൂടെ കഴിയാൻ ഇഷ്ടമല്ല എന്ന്. ഏതായാലും ആ ഒരു കാര്യം കുറച്ച് നാളത്തേക്കൊന്ന് അനുവദിച്ച് കൊടുക്കുമല്ലേ ആൻറ്റി ചെയ്യേണ്ടത്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആൻറ്റിക്കും അറിയാവുന്നതല്ലേ. ആൻറ്റി ഇപ്പം മത്സരിക്കാൻ നിൽക്കുന്നത് ഒരു ഹൃദ്രോഗിയാണ് എന്നുള്ള വിചാരമെങ്കിലും ആൻറ്റിക്ക് വേണ്ടേ എന്നൊക്കെ മനുവും പറയുന്നുണ്ട്. എന്ത് ചെയ്യാം, മുത്തശ്ശിക്കും ആകെ സങ്കടമാകുന്നുണ്ട്. മുത്തശ്ശേനിടയ്ക്ക് പറയുന്നുണ്ട് അവൾക്ക് നീറിൻ്റെ സ്വഭാവമാണ്, കടിച്ച് മരിക്കും, അതുപോലത്തെ ഒരു സ്വഭാവമാണ്, എന്ത് ചെയ്യാനാണ് എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. അന്നേരം ഈ ടെൻഷൻ അങ്ങ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അലീന മനുവിനോട് ചോദിക്കുവാണ്, ഞാൻ ആരോടും പറയാതെ അങ്ങ് പോയാലോ മനുവേട്ടായെന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, അങ്കിൾ എന്താ പറഞ്ഞത്, നീ ഇവിടുന്ന് ഇറങ്ങിയ അങ്കിളും ഇറങ്ങുന്നല്ലേ, ഇപ്പോഴത്തെ വാശിക്ക് അത് തന്നെ സംഭവിക്കും, അതിനേക്കാൾ നല്ലത് നീ ഇവിടെ തന്നെ നിൽക്കുന്നതല്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീനയ്ക്ക് ആകെ വിഷമമാട്ടോ. ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അലീന ശരിക്കും പെട്ടുപോയി, ഇനി രക്ഷപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല, പിന്നെ താൻ പേടിക്കണ്ടോ, എല്ലാവരും ഇല്ലേ ഇവിടെ, തന്നെ ആരും പൂട്ടിയിട്ടിട്ടൊന്നും ഇല്ലല്ലോ, പോകണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പോകാനുള്ള സാഹചര്യമുണ്ട്, അതുകൊണ്ട് ടെൻഷൻ ആകണ്ട, നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാം എന്ന് പറഞ്ഞ് മനുവും അലീനയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയം പുറത്ത് കുട്ടികൾ രണ്ടുപേരോടെ പുറത്തേക്ക് ട്യൂഷന് പോകാനായിട്ട് ഇറങ്ങുവാണ്. ബബിതയുണ്ട്, കൃഷ്ണയുണ്ട്. അന്നേരം വൈജയന്തി ചോദിക്കുക എവിടെ പോവുകയാണ് എന്ന്. അത് കൃഷ്ണമോൾ അമ്മയ്ക്ക് ഓർമ്മയില്ല, എനിക്ക് ട്യൂഷന് പോകണ്ടേന്ന് ചോദിക്കും. അന്നേരം ബബിതയോട് എടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോവാടിയെന്ന്. അവൾ എല്ലാ ദിവസവും പോകുന്നത് നോട്ട് കോപ്പി ചെയ്യാനാട്ടോ, അവർക്ക് അതിൻ്റെ അകത്ത് വലിയ സംശയങ്ങളൊന്നുമില്ല. എന്തായാലും ഞാൻ നോട്ട് കോപ്പി ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് രണ്ടുപേരുടെ പുറത്തേക്ക് പോകുന്നത്. ഈ സമയം മനു പുറത്ത് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേക്കും വൈജയന്തി അങ്ങോട്ട് ചെല്ലും, ഇവർ ട്യൂഷനും പോകും. അപ്പം വൈജയന്തി അവിടെ ചെന്നിട്ട് മനുവിനോട് പറയുവാണ്, നീയല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, അപ്പം അവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാണ് എന്നല്ലേ നീ പറഞ്ഞത്, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നീ അവളെ ഇവിടുന്ന് ഇന്ന് തന്നെ വേണമെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയിക്കോണം, ഇവിടെ നിർത്തണ്ട, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, ഇവിടെ നിൽക്കണമെന്ന് അങ്കിളല്ലേ പറഞ്ഞത്, പിന്നെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം അങ്കിളല്ല തീരുമാനിക്കുന്നത്, ഞാനാ തീരുമാനം പറഞ്ഞത്, അവളെ ഇവിടെ നിർത്തണ്ട, എങ്ങോട്ടാണെന്ന് വെച്ചാൽ നീ കൂട്ടിക്കൊണ്ട് പോയിക്കണം, വേണമെങ്കിൽ കടപ്പാട്ടൂരേക്ക് കൂട്ടിക്കൊണ്ട് പോകണം, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുവാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ആൻറ്റി ഇതിൻ്റെ അകത്ത് ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ആകെ ബുദ്ധിമുട്ടാകും, അങ്കിളിനോട് യുദ്ധത്തിന് പോകരുത് എന്നൊക്കെ പറയുമ്പോൾ നീ നിൻ്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി വരുന്നുണ്ട്. അന്നേരം മനു മനസ്സിലോർക്കുവാണ്, ഏതായാലും യുദ്ധം തുടങ്ങി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. അത് കഴിഞ്ഞ് മനു പിന്നെ അവിടെ ഒരു ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുവാണ്. വൈജയന്തി അകത്തോട്ട് വരുമ്പോഴേക്കും രോഹിത്തിന് ഭയങ്കര ടെൻഷൻ, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പാ. അന്നേരം എന്താണ് ആ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്തിനാ അപ്സ്റ്റെയറിലേക്ക് വന്നത്, ഇതിപ്പോൾ എൻ്റെ പ്രൈവസി പോയില്ലേ എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, അതിന് അച്ഛൻ നിൻ്റെ റൂമിലാണോ താമസിക്കാൻ വന്നത് എന്ന്. അന്നേരം അല്ല, പക്ഷേ അച്ഛൻ്റെ മുമ്പിൽ കൂടെ വേണ്ടി ഇനി എനിക്ക് എപ്പോഴും റൂമിലേക്ക് പോകാനും തിരിച്ചിറങ്ങി വരാനും ആ കൺമുമ്പിൽ കൂടെയല്ലേ എല്ലാം പറ്റുള്ളൂ, ഇതെന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ കിടന്ന് തുള്ളുക. അന്നേരം മനു കയറി വരുന്നുണ്ട്. മനുവിന് കാണുന്നതേ അവനങ്ങ് ഒതുങ്ങും. എന്നിട്ട് മനുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ പേടിച്ച് ഒരു ഭയങ്കര ബുദ്ധിമുട്ടോട് കൂടി നോക്കുവാണ്. മനു തറപ്പിച്ചൊന്ന് നോക്കുന്നെങ്കിൽ അവൻ മേലോട്ട് കയറി പോകും. അമ്മയുടെ അടുത്ത് തുള്ളിക്കൊണ്ട് നിന്നവനാണ്. അപ്പോഴത്തേക്കും വൈജയന്തി മനുവിനോട് ചോദിക്കുന്നുണ്ട്, നീ പോയില്ലായിരുന്നോ എന്ന്. അന്നേരം എൻ്റെ കാറിൻ്റെ കീ മുത്തശ്ശിയുടെ റൂമിൽ വെച്ച് മറന്നു എന്ന് പറഞ്ഞിട്ട് ഡോറെ തട്ടിയിട്ട് അലീനോട് ആ താക്കോലൊന്ന് എടുത്ത് തരാൻ പറയുവാണ്. എന്നിട്ട് മനു വൈജയന്തിയോട് പിന്നെ സംസാരിക്കുന്നുണ്ട്, ആൻറ്റി ഇവിടെ ഇത്തിരി ഒന്ന് അയഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ തീരും, ആൻറ്റി അങ്കിളിൻ്റെ ആ ഇഷ്ടത്തിന് ഒത്തു മുന്നോട്ട് പോവുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അതിനെനിക്ക് എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞത് ഞാനാണ്, അതുകൊണ്ട് അവൾ ഇവിടുന്ന് പോയിരിക്കണം, അവൾ പോകാനും തയ്യാറാണ് എന്ന് പറയുക. അന്നേരം അത് കേട്ടുകൊണ്ടാണ് അലീന റൂമിൻ്റെ അകത്ത് പുറത്തേക്ക് വരുന്നത്. അന്നേരം മനുവിനോട് അലീന പറയുന്നുണ്ട്, ഞാൻ പോകാൻ തയ്യാറായതാണ്, അത് വേറെ ഒന്നും കൊണ്ടും അല്ല, മാഡം ഒറ്റയാൾ കാരണമാണ് എന്ന് പറയും. അതിന് ഞാൻ നിന്നെ എന്താ ചെയ്തത് എന്ന് വൈജയന്തി ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ വന്ന കാലം തൊട്ട് കേൾക്കുന്നതാണ്, എന്നെ ഇഷ്ടമല്ല, നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് പോയിക്കോണം എന്നൊക്കെ, അതുകൊണ്ടാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത് എന്ന് പറയും. അന്നേരം മനു ചോദിക്കുന്നുണ്ട് വൈജയന്തിയോട്, അങ്കിള് പോകണ്ട എന്ന് ഇവളോട് പറഞ്ഞു, ആൻറ്റി പോകണമെന്ന് പറഞ്ഞു, ഇതിലേതാണ് അവൾ അനുസരിക്കേണ്ടത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ഞാൻ പറഞ്ഞത് അവളങ്ങ് കേട്ടാൽ മതി എന്നിങ്ങനെ പറയുക. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്ക് ശമ്പളം തരുന്നവരെ അനുസരിക്കുകയാണ് ശരിയായ രീതി എന്ന്. അന്നേക്കും വൈജയന്തി പറയുന്നുണ്ട്, നിൻ്റെ ശമ്പളം അത് നാളെ തന്നെ ഞാൻ നിർത്തിത്തരാടി, എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട്, അങ്കിളാണ് ശമ്പളം കൊടുത്ത് ഇവളെ ഇവിടെ നിർത്തിയേക്കുന്നത്, അതുകൊണ്ട് ഇവളെ ഇവിടെ നിൽക്കണോ വേണ്ടിയോ എന്ന് അങ്കിൾ തീരുമാനിക്കും, ആൻറ്റി വെറുതെ പ്രശ്നത്തിന് പോകരുത് എന്ന് വൈജയന്തിയോട് പറഞ്ഞിട്ട് അലീനോട് പറയുന്നുണ്ട്, നീ ഓരോയിടത്തേക്കും പോകണ്ട, നിന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത് അങ്കിളാണ് നിനക്ക് ശമ്പളം തരുന്നത്, അത് നീ കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ എങ്കിൽ നമുക്ക് കാണാം എന്ന് വൈജയന്തി വെല്ലുവിളിക്കുന്നുണ്ട്.
ഒരു തരത്തിലും വൈജയന്തി അത് അംഗീകരിക്കുന്നില്ല. എന്നിട്ട് പിന്നെയും മനു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, മനു നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ എൻ്റെ വീട്ടിൽ നിന്നാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്, അത് എപ്പോഴും ഞാനങ്ങ് സഹിച്ചു തരുമെന്ന് നീ കരുതണ്ട എന്ന് പറയുവാണ്. എൻ്റെ ക്ഷമയ്ക്കും പരിധിയുണ്ട് എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ആൻറ്റി എന്നാ ചെയ്യും, എന്നെ ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കുമോ? അങ്ങനെ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ അകത്തേക്ക് കയറി വരും, അത്രയേ നടക്കുകയുള്ളൂ, അല്ലാതെ ഈ മാതിരി ഡയലോഗൊന്നും എന്നോട് അടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, അലീന ഞാൻ പോവുകയാണ്, നാളെ എനിക്ക് എറണാകുളം വരെ പോകണം എന്നൊക്കെ അലീനയോടും പറയും. എന്നിട്ട് യാത്ര പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞാൽ അലീന റൂമിലേക്ക് കയറിപ്പോവും. എന്നിട്ട് വൈജയന്തിയോട് മനു പിന്നെയും പറയുന്നുണ്ട്, ഇവിടെ ഇപ്പം ആൻറ്റി അങ്കിളിനോട് യുദ്ധത്തിന് പോകേണ്ട യാതൊരു ആവശ്യമില്ല, അങ്കിളിൻ്റെ കാര്യങ്ങളൊക്കെ അലീന നോക്കുവാണെങ്കിൽ നോക്കട്ടെ, അതിന് കുറച്ച് നാളെ ഒന്ന് അനുവദിച്ചു കൊടുക്കുവാണെങ്കിൽ അങ്കിളിൻ്റെ അവസ്ഥയും ശരിയാകും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വൈജയന്തി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഉപദേശിക്കാറായോ, അതിനുള്ളതൊന്നും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ, ആണോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കി പറയുന്നല്ലോ പറഞ്ഞിട്ട് മനു പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും പുറകെ ചെന്ന് വഴക്കുണ്ടാക്കാൻ തോന്നുന്നുണ്ട്, എടാ എന്ന് പറഞ്ഞ് പോകും. എന്നിട്ട് പിന്നെ അങ്ങ് ക്ഷമിക്കും, മനുവിൻ്റെ അടുത്തോട്ടല്ലേ ചെല്ലുന്നത്, വലിയ കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് പിന്നെ അവിടെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ കലിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. പിന്നെ നാളത്തെ എപ്പിസോഡിലും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ്. മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ട്, നീ വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അലീനയും വൈജയന്തിയും കൂടെ കൊമ്പ് കോർക്കുന്നുണ്ട്. അലീന അന്നേരമാണ് പറയുന്നത്, ഈ ജന്മത്ത് ഞാൻ കണക്ക് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തന്നു തീർക്കാൻ മാഡത്തിന് പറ്റില്ല എന്നൊക്കെ പറയുന്നത്. ഏതായാലും ഗംഗാധരനും വരുന്നുണ്ട്. അവർ വന്ന് നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്ന് കോളിംബെല്ല് അടിക്കുന്നത് ബാലേന്ദ്രൻ. അപ്പോൾ അത് കേട്ട് അലീന കയറി പോകുന്നതെങ്കിലും ഈ തോന്നിയാൽ ഈ വീട്ടിൽ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടി മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. ഗംഗാധരൻ പിടിച്ചു നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല കേട്ടോ. അതിൻ്റെ പേരിൽ വേറെ അടിയും നടക്കും. ഇതൊക്കെയായിരുന്നു പ്രമോ ആയിട്ടും കാണിച്ചത്.